8 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി ആകില്ല. നമ്മുടെ ബിന്ദു കൃഷ്ണ പറഞ്ഞൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയെ ചുറ്റിപ്പറ്റി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്കെതിരെ വലിയ രീതിയിൽ നെഗറ്റീവ് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് LDF അല്ലെങ്കിൽ സൈബർ സഖാക്കന്മാർ. യഥാർത്ഥത്തിൽ അതിൻ്റെ വല്ല കാര്യവുമുണ്ടോ ഇവർക്ക്? ശരിക്കും പറഞ്ഞാൽ ബിന്ദു കൃഷ്ണ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ വാസ്തവമായ കാര്യമാണ്. 8 രൂപയ്ക്ക് എങ്ങനെയാണ് ബിരിയാണി കൊടുക്കാൻ കഴിയുക? ഞാൻ പറയാം. ഒരു കുട്ടിക്ക് 2 ഗ്രാം നെയ്യ്, 5 ഗ്രാം തക്കാളി, 5 ഗ്രാം പയർ, 5 ഗ്രാം ക്യാരറ്റ്, 5 ഗ്രാം അരി, ഇത്രയും ചേർത്താണ് ബിരിയാണി ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതും ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് റേഷൻ അരിയിലാണ്. ഇതിനകത്ത് നമുക്കറിയാം, കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ വീഡിയോ വൈറലായതിനു ശേഷമാണ്. എനിക്ക് ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഉദ്ദേശിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് എല്ലാ സ്കൂളുകളിലും ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കുക, അംഗനവാടികളിൽ ചിക്കൻ ബിരിയാണി കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ മുട്ട ബിരിയാണി ആക്കാം. ശരിക്കും ആഴ്ചയിൽ ഒരു ദിവസം മുട്ട ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ എന്തെങ്കിലും എന്നാക്കാം. പക്ഷെ അതിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ചോറിൽ കുറച്ച് പച്ചക്കറി വേവിച്ചതും 2 ഗ്രാം നെയ്യിട്ട്. ഇപ്പൊ ഒരു കുട്ടിയുടെ പ്ലേറ്റിലേക്ക് 2 ഗ്രാം നെയ്യ് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ എത്ര ഗ്രാം നെയ്യായിരിക്കും ഒരു ദിവസം ഉപയോഗിക്കാമെന്ന് ശ്രദ്ധിക്കണം. അംഗനവാടികളാണ്, ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന സ്ഥലങ്ങളൊന്നും ആയിരിക്കില്ല. ഒരു മുട്ടയും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ അംഗനവാടി വർക്കേഴ്സും ടീച്ചേഴ്സും ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സസ്മാരും ഒക്കെ പ്രതിഷേധവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സഖാക്കന്മാർ എന്താണ് പറഞ്ഞത്? ഇവർക്ക് ജോലി ചെയ്യാനുള്ള മടിയാണ്, കഞ്ഞി വെച്ചാൽ അങ്ങ് ആവുമല്ലോ, ഇത് ഇത്രയും ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ആദ്യം ഉന്നയിച്ചത്. പക്ഷെ നമുക്ക് നേരിട്ടറിയാവുന്ന, നമുക്ക് പരിചയമുള്ള എല്ലാ അംഗനവാടികളിലെയും ടീച്ചേഴ്സിൻ്റെയും ആയമാരുടെയും രീതി നമുക്കറിയാം. അവർ പലപ്പോഴും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. വീടുകളിൽ നിന്ന് പൈസ വാങ്ങി കുട്ടികൾക്ക് റൈസ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു, കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള എത്തിക്കുന്നു. ഇതിനുള്ള ഫണ്ടൊന്നും സ്കൂളുകളിൽ എത്തിക്കുന്നില്ല. ഇതുവരെയുള്ള ഫണ്ടെല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല സ്കൂളുകളിലും ടീച്ചർമാർക്ക് ഈ പറഞ്ഞ ഭക്ഷണം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോഴും പുറത്ത് പറയുന്നത് എന്താണ്? അംഗനവാടികളിൽ ഞങ്ങൾ ബിരിയാണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ മന്ത്രി വന്നിട്ട് പറയാണ് 8 രൂപയ്ക്ക് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? ഇതിനൊരു ക്വാണ്ടിറ്റി എന്നുള്ളതിനേക്കാളും ക്വാളിറ്റി എന്നുള്ളൊരു ഫാക്ടർ. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പല സ്ഥലങ്ങളും നടന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്കൂളുകൾ എടുത്ത് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ സൗജന്യ ഉച്ചഭക്ഷണമുണ്ട്. ഈ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് അധ്യാപകർ തന്നെ പൈസ കണ്ടെത്തി ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പല അധ്യാപകരും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുമായി വന്നത് നമ്മൾ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കണ്ടതാണ്. അന്ന് ഇതിനെ എതിർത്തിട്ടുള്ള ആളുകൾ പോലും ഇന്ന് ബിന്ദു കൃഷ്ണയുടെ ഈ ഒരു പ്രസ്താവന ഉണ്ട്, അയ്യോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഓരോ പദ്ധതികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരു ലോജിക്കലി ചിന്തിച്ചു നോക്കൂ. അവിടെ വെച്ചേക്കുന്ന ഫണ്ടുകളെ പറ്റിയിട്ടാണ് ബിന്ദു കൃഷ്ണ അതിൽ പറയുന്നത്. 8 രൂപ ഒരു കുട്ടിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ പോസിബിൾ ആകും? അതെ, ഇപ്പോൾ 6 മാസം മുൻപ് കൊടുത്തുകൊണ്ടിരുന്ന ഫുഡിന്റെ ക്വാളിറ്റിയെ പറ്റിയാണ് ഈ സംസാരിച്ചത്. റേഷൻ അരിയിൽ കുറച്ച് 1-2 പച്ചക്കറികളിട്ട് കുറച്ച് നെയ്യും ചേർത്ത് അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൊടുക്കുന്ന ഇതാണ് അവർ ബിരിയാണി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു 2 മാസങ്ങൾക്ക് ഇപ്പുറം ഈ പറഞ്ഞ ബിന്ദു കൃഷ്ണ എന്ന മന്ത്രി ചുമതലയേറ്റതിനു ശേഷം 2 മാസത്തിന് ശേഷം ഇതേ ബിരിയാണി എടുത്ത് ഈ സഖാക്കന്മാർ വിമർശനം ഉന്നയിക്കും. ഇതാണോ നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ചോദ്യം ഇവർ തന്നെ ഉന്നയിക്കും. കാലാനുസൃതമായ മാറ്റം വന്നില്ലേ? കഴിഞ്ഞ വർഷം ഇതല്ലേ കൊടുത്തത്, ഈ വർഷം നിങ്ങൾ എന്താ മാറ്റം കൊണ്ടുവരാത്തത് എന്ന ചോദ്യവും ഉന്നയിക്കും. അപ്പൊ സ്വാഭാവികമായും ഉത്തരം പറയേണ്ട ഒരു മന്ത്രി എന്ന നിലയിൽ അവർ പറയുകയാണ് 8 രൂപയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് അംഗൻവാടികളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമല്ല, ഇത് കേരളത്തിലെ സ്കൂളുകളിലും നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. പണ്ട് മുതലേ ഇപ്പൊ ബിരിയാണി വിപ്ലവം വന്നത് 1 വർഷമോ 2 വർഷത്തിനോ അകത്താണ്. അതിനു മുൻപ് കഞ്ഞിയും പയറും കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ഫണ്ട് പോകുന്നില്ലായിരുന്നു. പല സ്കൂളുകളും പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഗവൺമെന്റ് സ്കൂളുകളുടെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാം. ഇപ്പോൾ ഹൈടെക് ക്ലാസ് മുറികളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ പല വിട്ടുവീഴ്ചകളും സംഭവിക്കുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകർ വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുന്നു. അവിടുത്തെ അതായത് ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്കൂളിന്റെ PTA കൂടി ചേർന്നിട്ട് ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവന്ന് ചെയ്യാമെന്ന് പറയുന്ന ഒരു കാര്യം ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇത് എത്ര കാലം പോകും? എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ചോദ്യമല്ല. അപ്പോഴത്തേക്ക് ഇവർ പറയും ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതികൾ അട്ടിമറിക്കാനാണ് ഇവരുടെ ഉദ്ദേശമെന്ന്.
ഒരു ലോജിക്കലി ചിന്തിച്ചു നോക്കൂ, എത്ര കാലം നിങ്ങൾ 1 രൂപ പോലും കൊടുക്കാതെ സദ്യ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കും? സർക്കാരിൽ നിന്ന് ഫണ്ടുകൾ കൃത്യമായി ചെല്ലണ്ടേ? ഇപ്പൊ രാഹുൽ പറഞ്ഞൊരു കാര്യമില്ലേ, ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്ന്. ഇതിന്റെ കർട്ടൻ റൈസർ അവിടെ ഉയർന്നു കഴിഞ്ഞു. അതായത് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ, MV ഗോവിന്ദൻ ആയിക്കോട്ടെ, ഇടതുപക്ഷത്തുള്ള സമുന്നതരായ നേതാക്കളെല്ലാം തന്നെ പുതിയ സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന്റെ ഒപ്പം ചേർക്കുന്ന ഒരു വരിയുണ്ട്: ഞങ്ങൾ തുടങ്ങി വെച്ച ജനക്ഷേമ പദ്ധതികളെല്ലാം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ തന്നെ ആ ഒരു ക്ലോഷർ ഇടുക, ഒരു ക്ലോസ് ഇട്ട് വെക്കുകയാണ്. ഞങ്ങൾ തുടങ്ങിയ പദ്ധതികൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്തേക്കണേ എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനെ വിമർശിക്കാൻ മാത്രമായി, പുതിയ സർക്കാരിനെ ശ്വാസം മുട്ടിക്കാൻ മാത്രമായി ഒരു സംഘം ഇപ്പോഴും ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ മോശപ്പെട്ടൊരു സാഹചര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും DMK എന്താണ് പറഞ്ഞത്? നിങ്ങൾ 6 മാസം ഭരിക്കും, നിങ്ങളുടെ ഭരണം നോക്കട്ടെ, അതിനുശേഷം മാത്രമേ നിങ്ങളെ വിമർശിക്കാൻ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. കേരളത്തിലാണ് അതായത് ഇത്രയും വലിയ തോൽവി ഉണ്ടായി. അതുകൊണ്ട് ഈ തോൽവി മറയ്ക്കാൻ വേണ്ടിയിട്ട് UDF അധികാരത്തിൽ വരുന്ന പിറ്റേ ദിവസം തൊട്ട് ഇവരെ ശ്വാസം മുട്ടിച്ചേക്കാം. നമ്മൾ കണ്ടതാണ് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന കുറച്ച് ദളിത് മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പോലീസ്, നമ്മൾ കണ്ടതാണ്, പോലീസ് വലിയ രീതിയിൽ സംഘർഷം. അത് കോടതിയിൽ നിന്നുമാണ് ആള് വരുന്നത്. ഇത് സർക്കാർ പറഞ്ഞു വിടുന്ന ആളുകളൊന്നും അല്ലല്ലോ. കോടതിയിൽ നിന്നും വരുന്ന ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പോലീസിന്റെ ഉത്തരവാദിത്വമല്ലേ? കോടതിയാണ് അവിടെ ഒഴിപ്പിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാണണം, നമ്മുടെ പഴയ MLA വന്നിട്ട് ഇത് ഇവിടുത്തെ UDFന്റെ ക്രൂരതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പുറത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, 10 കൊല്ലമായിട്ട് നിങ്ങൾ ഇവിടുത്തെ MLA അല്ലായിരുന്നു, നിങ്ങൾ എന്തോ ചെയ്തു? അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നാളും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തവും ചെയ്തിട്ടില്ല. എന്നിട്ട് 10 വർഷത്തിന് ശേഷം പ്രതിപക്ഷമായപ്പോൾ ഇതൊരു സാമൂഹ്യ മാധ്യമങ്ങളുടെ കുറച്ച് അറിയപ്പെടുന്ന ഒരു വിഷയമായപ്പോഴത്തേക്കും അത് LDF ഏറ്റെടുത്തു. എന്നിട്ട് ഞങ്ങളുടെ പാർട്ടി, ഈ സ്റ്റാറ്റസ് ഇരുന്ന കുറെ ആളുകളുണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടി ഇതാണ്, മനുഷ്യരോടൊപ്പമാണ്. ഈ 10 കൊല്ലം ഈ മനുഷ്യരെ നിങ്ങൾ കണ്ടില്ലേ? ഈ 10 കൊല്ലം മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ് അവർ വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് വന്നു ചേർന്നത്. കോടതിയിൽ നിന്നും അവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അവിടെ കൃത്യമായിട്ട് ഇടപെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF കൃത്യമായിട്ട് ഇടപെട്ടു. ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു പിന്മാറണം. കോടതിയിൽ പോയേക്കുവാണ്. 6 മാസം സാവകാശം അവർക്ക് വേണ്ടിയിട്ട്, അവരോട് സംസാരിച്ച് അവർക്ക് പുനരധിവാസം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാസം കോടതിയോട് സാവകാശം ചോദിക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. ഈ 10 കൊല്ലക്കാലം തന്നെയായിരുന്നു ആ മനുഷ്യർ അവിടെ ജീവിച്ചത്. കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ അവരെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ട് ആ സ്ഥലം ഏറ്റെടുക്കാമായിരുന്നു. എന്തുകൊണ്ട് സംഭവിച്ചില്ല? ഇപ്പോൾ അവര് ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച്, എനിക്ക് തോന്നുന്നു P. രാജീവൊക്കെ വന്നിട്ട് എന്ത് നാടകമാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പുറത്ത് വന്ന് നിൽക്കുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോരായ്മകളൊക്കെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത്രയും നാൾ കണ്ടില്ല എന്ന് നടിച്ച കാര്യങ്ങൾ ഇപ്പോഴായിരിക്കും കണ്ണു തുറന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. അത് ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും മുഖ്യമന്ത്രി ആരാണെന്ന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, ഇടതുപക്ഷ സൈബർ കൂട്ടത്തിന്റെ ആക്രമണങ്ങളെല്ലാം ആരംഭിച്ചു. ഇപ്പോൾ പാലിന് വില കൂട്ടിയതിൽ വിമർശനങ്ങൾ ഉയരുന്നില്ലേ? പാലിന് വില കൂട്ടി, അത് ആരാണ് കൂട്ടിയത് എന്ന് എല്ലാവർക്കും അറിയാം. LDF കാലഘട്ടത്തിലാണ് പാലിന് വില കൂട്ടിയത്. ഇതിന്റെയും അടിയിൽ വന്നിട്ട് എല്ലാവരും എന്ത് വിഷയം ഉണ്ടായാലും, കേരളത്തിലിപ്പോൾ എന്ത് വിഷയം ഉണ്ടായാലും നിങ്ങൾക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടിയില്ലേ? ക്യാമ്പയിനിങ്ങാ, നിങ്ങൾക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടിയില്ലേ? മുഖ്യമന്ത്രി ചിരിക്കുന്നത് ജനങ്ങൾ ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മുഖ്യമന്ത്രി 10 വർഷത്തിൽ എപ്പോഴാണ് ചിരിച്ചിട്ടുള്ളത്? ചിരിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനൊപ്പം സ്റ്റേജിൽ കയറി. സാധാരണപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ ചിരി മറന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ വിമർശിച്ചത്. നിങ്ങൾക്ക് വിമർശനം ഉണ്ടായത് സാധാരണപ്പെട്ട ജനങ്ങളാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ചിരിക്കുകയെങ്കിലും ചെയ്യുമല്ലോ എന്ന് പറയുന്നത്. അതെ, ഈ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇലക്ഷൻ ഉണ്ടായി, വീണ്ടും തുടർ ഭരണം കിട്ടുകയാണ് എന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നു. രമേശ് ചെന്നിത്തല അന്ന് ചിരിച്ചാൽ അതിന് ഇത്രയും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വാല്യൂ ഉണ്ടാവില്ല. കാരണം VD സതീശൻ ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതെ, ഇത് മനസ്സിലാക്കാനുള്ള കെൽപ്പോ ശേഷിയോ ഇല്ലാത്ത ആളുകളായിട്ട്, അതായത്
അരാഷ്ട്രീയവാദം കുത്തിത്തിരികി വെക്കുന്ന കുറച്ച് ആളുകളായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഈ പറഞ്ഞ ഈ പൊളിറ്റിക്സിൽ ഇത്തരം വൃത്തികേടുകൾ കലർത്തുന്നത് കൊണ്ടാണ് പലരും രാഷ്ട്രീയം വേണ്ട എന്നും ഇങ്ങനെ തമ്മിൽ തെല്ലുന്നതല്ലേ രാഷ്ട്രീയമെന്നും കുട്ടികളിലേക്കുള്ള ഒരു തോട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ ഇതിൽ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് കുട്ടികൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത്. ഇവർ മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് UDF അവർക്കെതിരെ വിമർശിച്ച കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വെറുതെ ഒരു കാര്യത്തിനും ചെന്ന് വിമർശിച്ചിട്ടില്ല. ഇങ്ങനെ വെറുതെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇനി ഇപ്പോൾ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. UDF ഇനി എന്ത് കാണിച്ചു കഴിഞ്ഞാലും ആളുകൾ വിശ്വസിക്കത്തില്ല. നിങ്ങളൊരു കാലിബർ ഉള്ളൊരു വിഷയത്തിന് നിങ്ങൾ സംസാരിക്കേ, അതായത് ഒരു പ്രശ്നം ജനങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രശ്നമാണ്, നിങ്ങൾ അതിനെതിരെ ഇടപെടൂ, ജനങ്ങൾ കൂടെ നിൽക്കും. അല്ലാതെ എല്ലാ ദിവസവും വന്നിട്ട് വിമർശിക്കാൻ വേണ്ടി വിമർശനങ്ങൾ കണ്ടെത്തുമ്പോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കേരളം പോലൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്, ഇത്രയും ഏരിയ കവർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു മന്ത്രിസഭ അധികാരത്തിൽ വന്നാലും അതിന്റെ പോരായ്മകൾ ഉണ്ടാകും. അത് കൃത്യമായി ക്രിയാത്മകമായി നിന്ന് വിമർശിച്ചുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നിങ്ങൾ മുന്നോട്ടെടുത്ത് വയ്ക്കൂ. അത് നിങ്ങൾ വയ്ക്കുന്ന പ്രശ്നങ്ങൾ സർക്കാർ മുഖവിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഇത് തുറന്നു കാട്ടുക. അത് നമ്മളാണെങ്കിലും പറയുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി പ്രതിപക്ഷത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ചാനൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഈ പറഞ്ഞ VD സതീശൻ സർക്കാരിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ചൂണ്ടിക്കാട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എനിക്ക് ആ സമയത്ത് ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ അതാണല്ലോ ഒരു ഡെമോക്രസിയുടെ ഭാഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ബേസിക്കലി ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതെയും ഇരിക്കുക, ബ്ലൈൻഡ് ആയിട്ട് ഒപ്പോസ് ചെയ്യാതെ ഇരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ തന്നെയാണ് ജിൻഡോ ജോൺ വന്ന് പറഞ്ഞത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷവും നമ്മളും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ സ്വന്തം പാർട്ടി ഭരിക്കുമ്പോഴാണെങ്കിൽ പോലും ആ പാർട്ടിയെ വിമർശിക്കാനും നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ LDF എന്താണ് സംഭവിച്ചത്? സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ ഞങ്ങൾ വിമർശിക്കില്ല എന്നൊരു നിലപാടിലായിരുന്നു SFIയും DYFIയും എല്ലാ സംഘടനകളും, ഇടതുപക്ഷ എല്ലാ സംഘടനകളും. എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിച്ച് പൊതിഞ്ഞു കൊണ്ടുപോയി അവസാനം പൊട്ടിത്തെറിയിൽ കലാശിക്കുകയാണ് ചെയ്തത്. ഇതിങ്ങനെ സപ്രസ് ചെയ്ത് ഒറ്റയടിക്ക് പൊട്ടിത്തെറിച്ചു. അങ്ങനെ 35ലേക്ക് ഒതുങ്ങി. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ UDF ആണെങ്കിൽ എന്താണ്, സ്വന്തം പാർട്ടിയിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം VD സതീശന്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു, എന്തെല്ലാം വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ജനാധിപത്യം. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്.